അല്ല ഇന്നത്തെ ദിവസം ഇവിടെ വന്ന് നിൽക്കുന്നത് നീ ഇത് ചൂണ്ടയിട്ടുണ്ടെങ്കിൽ വല്ല കിട്ടോടെ ഇന്നത്തെ ദിവസം വല്ല നടക്കുമോ? എനിക്ക് മറ്റേ ഇതൊന്നും പിടിച്ചിട്ട് കാര്യമില്ല. എനിക്ക് വലിയ സാധനം നീ ഉണ്ടാക്കി തന്നേ നടക്കുള്ളൂ. വന്ന് നിന്നിട്ട് ഇവിടെ നിന്നിട്ട് ചേനയും ചേമ്പും എല്ലാം കൊണ്ടുവച്ചോണ്ട് നിൽക്കാൻ ഇവിടെ. ആ ശരി, എങ്കിൽ നോക്കട്ടെ, ഇവിടെ നോക്കട്ടെ, എന്തിനു ചെയ്യും നോക്കാമല്ല. ഇതാണ് കിട്ടുന്ന സാധനം. അപ്പോ ഇത് വെച്ചിട്ട് എന്തിനാ? എനിക്ക് വരാല് വേണം, വരാല് കിട്ടിയേ പറ്റുള്ളൂ. പോവാന്നാ പിന്നെ ശരി. വലിയ മീൻ പിടിച്ചാൽ പിടിച്ചോണ്ട് പോവുകയാണ്. ഞാൻ പോവുകയാണ്. എന്നാ പോവാം. വീഴോ ഇല്ലല്ലോ. ഓ ആ പോവാ, നമ്മളെ പോയിട്ട് വരാമേ. നമ്മളെ പയ്യെ ചൂണ്ടിട്ട് വലിയ മീൻ പിടിക്കാൻ പോവുകയാണ്. നോക്കാം. അയ്യോടാ മീൻ കിട്ടിയേ. അപ്പോ അണ്ണാ ഇപ്പൊ അയ്യോ തിരിയാനും പയ്യ. ഇവിടെ കിട്ടിയോടേ. നിന്റെ പേരെന്തോടെ? ചേറമീനെ കിട്ടി, ചേറമീനെ കിട്ടി. പോടി എന്റെ അമ്മ. ഇവിടെ പിടിച്ചോ പിടിച്ചോ പിടിച്ചോ, വണ്ടി പിടിച്ചോ. ചെറിയാണ് ചെറിയാണ്. അപ്പോ ഒന്നല്ല ഒന്നല്ല വണ്ടി വണ്ടി രണ്ടെണ്ണം കിട്ടി, രണ്ടെണ്ണം. ചേർന്ന് പറഞ്ഞ ചെറുക്കൻ പിടിച്ചെന്ന് കേട്ടോ. അവന് ഞാൻ സമ്മതിച്ചിരിക്കുന്നത് തന്നെ. ഇന്ന് പൊളപ്പാണ്, ഇന്ന് പൊളപ്പ്. വാടേ. ചെറുക്കൻ വാക്ക് പാലിച്ചു. 2 മുഴുത്ത ചേറ്. ഇന്ന് ഈ മുഴുത്ത ചേറിന്റെ കൂടെ ഇത് കണ്ട സാധനം ചേനയുടെ പുഴുക്കാണ് അടിക്കാൻ പോണത്. അപ്പോ പൊളിക്കും പൊളിക്കും. അപ്പം നേരത്തെ പിടിച്ച മീനാണ്. ഈ മീൻ നിങ്ങൾക്ക് അറിയാലോ, ചേറമീൻ. ഈ ചേറമീനിന്റെ എന്തൊക്കെ പ്രത്യേകത? അതെ, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ചേറമീൻ നല്ലതാണ്. പിന്നെ അത് ഇവര് പറയണമെന്ന് വെച്ചാൽ അത് ഇതിന്റെ മുകളിൽ വന്നിട്ട് ഓക്സിജൻ എടുത്ത് ശ്വസിക്കുകയുള്ളൂ, ചെളിയിൽ കിടക്കൂല. പക്ഷെ ഇത് കഴിവിട്ടും വലിയ ചെളിയുടെ ഒരു സ്മെല്ലൊന്നുമില്ല. നല്ല കണ്ട ഇരിക്കണ. ഞാൻ ഒരു വെള്ളം ജസ്റ്റ് കഴിയുകയുള്ളൂ. പിന്നെ ഉപ്പിട്ട് ഇതിൽ ഉപ്പിട്ട് കഴിവണമെന്നാണ് ഇവരൊക്കെ പറയണത്. പിന്നെ ഇവർ ഈ സാധാരണ ഇതിനെ പറ്റിയ അടുത്ത ബന്ധമുള്ള ഒരാളാണ്. അപ്പൊ പുള്ളിയുടെ അടുത്ത് ഇത് ഈ കേൾക്കണൊക്കെ സത്യമാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോഴത്തെ അടിച്ച് നിർത്തിയത്. അതെ അതെ, ചേറമീന്, വരാല് മീൻ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ മേളിൽ വന്നിട്ട് നമ്മുടെ കായലിലായിരുന്നാലും കുളത്തിലായിരുന്നാലും ഓക്സിജൻ മേളിൽ വന്നിട്ട് ശ്വസിച്ച് ജീവിക്കുന്ന മത്സ്യങ്ങളാണ്. ഇതിനകത്ത് വേറെ ദോഷഫലങ്ങൾ അങ്ങനെയൊന്നുമില്ല. ചെളിയുടെ സ്മെല്ലോ ഇല്ലെങ്കിൽ കൊഴുപ്പടിഞ്ഞിട്ടുള്ള മീനോ അങ്ങനെ ഒന്നുമല്ല. ഇതൊരു നല്ല മീനാണ്. ഇത് അത്യാവശ്യം ആയുർവേദ മരുന്ന് കഴിക്കുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മീനാണ്. പിന്നെ ഞങ്ങളിത് ഇങ്ങനെ എടുത്തിരുതാ ഒരു മണോ ഒരു ബാഡ് സ്മെല്ലും ഇല്ല. എന്ന് വെച്ചാൽ ഈ സാധാരണ ഇതിൽ പറഞ്ഞത് ബാഡ് സ്മെൽ എന്താണ്? ചെളിയുടെ സ്മെല്ലുണ്ട്. ഇത് ചെളിയുടെ സ്മെല്ലില്ല. അപ്പൊ ഞാൻ ചോദിച്ചാൽ ഇത് ചെളിയുടെ സ്മെല്ലില്ല. അപ്പൊ എനിക്ക് ജസ്റ്റ് ഒന്ന് ഇതിന്റെ അറിവുകൾ ഇത്ര ഇതിന്റെ അടുത്തുള്ള ബന്ധപ്പെട്ട ആൾക്കാരാണ്. അതായത് ഈ നമ്മളെ കായലോട്ട് ഏറ്റവും അടുത്തുള്ള ആൾക്കാരാണ്. ഇവർക്കറിയണ അത്ര എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് വിളിച്ചത്. ഡൗട്ടൊക്കെ മാറിയല്ലോ. അപ്പം ഈ വെക്കണ മസാലയും ഒരു കുരുമുളകും പിന്നെ അതേപോലെ തന്നെ മെയിനായിട്ട് കുരുമുളകും ഉപ്പും തേങ്ങയും വറുത്തരച്ച സാധനമാണ്. വേറെ ഒന്നും ഇതിലില്ല. മസാല കണ്ടല്ലോ, ഒരു സ്പെഷ്യൽ മസാലയാണ് വെക്കുന്നത്. ഇന്നത്തെ വീഡിയോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചേനയും ഈ സാധനമാണ്. ഓക്കെ, അതിലോട്ട് പോവാം. ഞാനിത് നല്ലപോലെ കഴിവിട്ട് ഉപ്പിട്ട് ഞാൻ കറക്കി കഴിവണം. തിരിച്ചെടുത്തു. അപ്പോൾ എല്ലാം കഴുകി നല്ല കുട്ടപ്പനായിരിക്കുകയാണ് സാധനം. ചെറിയ ഉള്ളി ലേശം ചതയ്ക്കണം. അതുകൂടെ കഴിഞ്ഞ് നമ്മളെ പണി കഴിഞ്ഞ്. സംഭവം കണ്ടല്ല, ഉടംകൊല്ലി മുളകെന്നും പറയും, അസുര മുളകെന്നും പറയും, പിന്നെ വേറെ എന്തൊക്കെ പറയും. പക്ഷെ ഉടംകൊല്ലിയാണിത്. ചെറിയ പേടിയുണ്ട്. ഇത് കൈ കൊണ്ട് എടുക്കല്ല എന്തായാലും. മതി, ഇത്ര മതി. കണ്ടല്ല, ഇതാണ് ചേനയുടെ പുഴുക്ക്.
ഈ പുഴുക്കും ഇവനവിടെ പിടിക്കുന്നത്. ഈ കത്തിക്കയാണ്, ചൂടാവട്ടെ. ചട്ടി ചൂടായി, വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുകയാണ്. നമ്മളെ കാറ്റെല്ലാം കുറഞ്ഞ് നല്ല അന്തരീക്ഷമാണ്. 6:30 മണിയായി. ആദ്യം നമ്മൾ ചെയ്യാൻ പോണത് കുടംപുളിയാണ്. ഒരു 1, 2, 3, 4, ഒരു 5 പുളി ഇടണം. നമ്മൾ ചേർക്കാൻ പോണ സാധനം കുടംകൊല്ലി മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതുള്ള ചെറിയ ഉള്ളി. ഇത് 1 കിലോ ചെറിയ ഉള്ളി. 1 കിലോ ഉണ്ടായിരുന്നു. ഞാൻ ഒരു 400 ഗ്രാം എടുത്തുള്ളൂ. കാര്യം വെച്ച് കഴിഞ്ഞാൽ മീനെ നമ്മൾ അരച്ചു വന്നപ്പോൾ ഇത്രേ ഉള്ളൂ സാധനം. ഇത്ര സാധനം മതി. കുറച്ചുകൂടെ ഒന്ന് പച്ചച്ചവ മാറണം ചട്ടിയിലേ. മുളകെല്ലാം കൂടെ കിടന്നൊന്ന് റെഡി ആവട്ടെ. കുടംകൊല്ലി മുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ ഒന്ന് റെഡി ആയതിനു ശേഷമാണ് നമ്മളെ ഈ സാധനം തേങ്ങയും കുരുമുളകും വറുത്തരച്ച സാധനം. തേങ്ങയും കുരുമുളകും വറുത്തരച്ചത്. നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കാശ്മീരി ചില്ലി. 1, 2 സ്പൂൺ കാശ്മീരി ചില്ലി. ഉലുവ പൊടിച്ചത് ജസ്റ്റ് ഒന്ന് ഈ രണ്ടിൻ്റെ ഒരു പച്ചച്ചവ മാറണം. അതിനാണ് ഞാൻ ഒന്ന് എണ്ണയിൽ ജസ്റ്റ് ഒന്ന് ഇട്ടത്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഈ മീന് മുങ്ങിക്കിടക്കണം, അത്രയും വെള്ളം മതി. ലേശം ഒന്ന് തിളയ്ക്കണം. ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അരപ്പ് ചേർക്കും. അരപ്പ് ചെയ്തതിന് ശേഷം അടുത്ത ചേർക്കാൻ പോകുന്ന സാധനം എന്താ അറിയാമല്ലോ, വരാൽ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. കാറ്റ് ഇവിടെ ഭയങ്കര കാറ്റ് കൂടുതലുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് പിടപറ ചെയ്യാൻ പറ്റില്ല. വളരെ വെയിറ്റ് ചെയ്ത് സ്ലോവിലേ ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്തതിന് ശേഷം നമുക്ക് ഈ രണ്ടും കൂടെ കഴിച്ച് നോക്കാം. ഓക്കെ, ലേശം തിളച്ചിട്ടുണ്ട്. നമ്മളെ മസാല ചേർക്കാൻ പോവുകയാണ്. കണ്ടല്ലോ, ഇതാ മൊത്തം ഒന്ന് ഇതിൽ കിടന്ന് തിളക്കട്ട്. മൊത്തം കണ്ടല്ലോ, സാധനം കണ്ടല്ലോ. മൊത്തം കുരുമുളകിന്റെ കളിയാണ്. കുരുമുളകും വറുത്തരച്ച തേങ്ങയിൽ വറുത്തരച്ച സാധനം കുരുമുളക്. കുറച്ചേരം വെയിറ്റ് ചെയ്യാം. ഓ, തിളക്കുന്നത് എന്നാ തിളച്ചേണ്ട. കുറച്ച് താളിപ്പ് ചേർക്കുകയാണ്. ഇത് അറിയാമല്ലോ, നമ്മൾ ആദ്യം വെളിച്ചെണ്ണയിട്ട് താളിക്കേണ്ട സാധനമാണ്. നമ്മൾ ആദ്യം ചെയ്തത് ഇതല്ല. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കുടംപുളി ഇട്ടു, അതിനുശേഷം എരിയമുളക് ഇട്ടു, അതിനുശേഷം ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, പിന്നെ ഇവിടെ ഞാൻ ചതച്ച ചെറിയ കൊച്ചുള്ളി ഇട്ടു. അപ്പം ആദ്യം താളിച്ചില്ല, അതുകൊണ്ട് താളിപ്പ് ലേശം ചേർക്കുകയാണ്. പിന്നെ അതിനുശേഷം നമ്മൾ ചേർത്തെന്താണ്, തേങ്ങയും പിന്നെ അതായത് പെപ്പർ, കുരുമുളകും കൂടെ ചേർത്ത് വറുത്ത് പൊടിച്ച സാധനമാണ്. തേങ്ങയും കുരുമുളകും ലേശം ഉപ്പും, വേറെ ഒന്നും ഇട്ടിട്ടില്ല. ഇതിന് ശേഷം താളിപ്പ്. ഒരു ഭംഗി കളർഫുൾ ആയിട്ടുണ്ട്. കണ്ട, ഇതാകും കണ്ട സംഭവം. നമ്മളെല്ലാം ചേർത്ത് ടേസ്റ്റ് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മളെ സാധനം ഇടുള്ളൂ. കാരണം ഇത് ഇട്ടാൽ അറിയാമല്ല, പിന്നെ ഇട്ട് ഇളക്കാനൊന്നും പറ്റൂല. പിന്നെ പെട്ടെന്ന് വേവണ സാധനമാണ് ഇത്. അപ്പം അതിന് വേണ്ടി കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. അമ്മച്ചിയാണ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചത്. മീൻ ഇടുന്ന മുമ്പേ ഇവിടെ ഉള്ള ആൾക്കാർ കായൽ മീൻ കഴിച്ച് ശീലമുള്ള ആൾക്കാരാണ്. ഇതാ ചൂടുണ്ടേ. ഈ മീനില് എന്തിനു വേണം? കുരുമുളകാണ് മക്കളെ കുറച്ച് ചേർക്കേണ്ടത്, കൂടുതലായിട്ട് ചേർക്കാനുള്ളത്. കേട്ടല്ല, അവര് പറഞ്ഞെന്ന് വെച്ചാൽ കായൽ മീനില് കുരുമുളക് മസ്റ്റാണ്. ഓക്കെ, സാധനം അങ്ങനെ ഉണ്ട്. സാധനം ഓക്കെ. അപ്പൊ കുരുമുളക് കുരുമുളക് മുന്നിട്ട് എത്തിക്കണം. അപ്പം നമ്മളെ സംഭവം അമ്മച്ചി പറഞ്ഞ പോലെ കുരുമുളകൊക്കെ ചേർത്തിട്ടുണ്ട്. ഇതില് അതിനായ ടേസ്റ്റ് ഉണ്ട്. ഇതാ മീനിടെയാണ്. നമ്മളെ കായലിലെ ചേറ്
ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഇളക്കാനൊന്നും പറ്റൂല. കടലിന്റെ മീന് കായൽ തീരത്തല്ല, കായൽ തീരത്തെ മീന് കായൽ തീരത്ത് തന്നെ വെച്ച സാധനമാണ്. കണ്ടല്ല വരാലി പിടിച്ചോണ്ട് വന്നത്. ആ ബോട്ടിൽ രണ്ട് ലാഞ്ച് ഞാൻ വെച്ച് താഴെ പോയി നീന്താനും അറിഞ്ഞുകൂടാ. പക്ഷെ പൊളിയായിട്ട് നമ്മൾ സാധനം കൊണ്ടുവന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓ സൂപ്പർ മണം. ഇളക്കാൻ പാടില്ലെന്നാണ് അമ്മച്ചി പറയണത്. ഓക്കെ, കരിയേപ്പില. ഇനി പരിപാടികൾ വളരെ പെട്ടെന്ന്. വെളിച്ചെണ്ണ അപ്പോ അടയ്ക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മള് മീനിന്റെ മണം അടിച്ച് കുറച്ചുകൂടെ വറ്റണമെന്നാണ് പറയുന്നത്. വറ്റുന്ന സമയത്ത് ഇത് കണ്ടല്ല, ചേനയുടെ പുഴുക്കാണ്. വാ. അപ്പോ ഇതെന്ത് നമുക്ക് നോക്കാം ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓ, മണം സംഭവമായിട്ടുണ്ട്. നമുക്ക് അടയ്ക്കാം, കഴിക്കാൻ പോയി വേണം. അപ്പോ കുരുമുളക് കയറി ഒരു ഇടി ഇവിടെ ഇടിച്ച്. ഓക്കെ, വിളിക്കാൻ വേണ്ടി ഗസ്റ്റിനെ വിളിക്കുകയാണ്. കമാൺ. അപ്പോ അണ്ണ നിങ്ങൾ ഉണങ്ങിക്കിടന്നാ എല്ലാം അച്ഛല്ല. അപ്പൊ എല്ലാരും പരി സംഭവം മീൻകറി ഇവിടെ വെക്കി. മണം അടിക്കണ. ഇതെന്തിരുന്നറിയാമോ? ഇതെന്തിരുന്ന് എടാ പാടാ, ഇവടെ പോയി മീൻ പിടിച്ചെന്നോ. എടാ വരാല് മീൻ പിടിച്ചവിടെ പേടേ. എടാ പാടായി പാടായിക്കോട്ട്. മീൻ പിടിച്ചോന്നെ കാണിക്കില്ലേ പിന്നെ എങ്ങനെ? കണ്ട തിളച്ചോണ്ട്. ഓ, ഇതൊക്കെ ഇവിടെ നിന്ന് കയറി വരണേടേ. പിടിച്ചാണ് എന്നാലും പാവും. അടപ്പെടുക്കും അല്ലേ? വേണ്ട. അപ്പോഴേ ഇത് ടേസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരെല്ലാം കൂടെ എങ്ങനെ ടേസ്റ്റ് ചെയ്യണം? വരി എല്ലാരും വരി. ഇത് സാധനം എന്തറിയാമോ? ചേനപ്പുഴുക്കാണ്. ചേനപ്പുഴുക്കും നിങ്ങളെ കായലിലെ മീന്, വരാൽ മീൻ നിങ്ങൾ ഈ സ്റ്റൈലിൽ വെച്ച സാധനമാണ്. ഇതൊന്നും നിങ്ങൾ കഴിച്ചു നോക്കണം. അതിനോടൊന്ന് പെട്ടെന്ന് തോന്നുന്നു എന്തൊക്കെയോ ഒന്ന് വീണുണ്ട് പ്രാണികൾ. എല്ലാരും കഴിക്കും. ഒരു രക്ഷയില്ല, ആടിപ്പൊളി. കഴിച്ചാ മീന്? വെള്ളാണി കായല് വരാല് ചേറ് വരാലെന്ന് പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഇതുപോലെ കറി വെച്ച് തിന്നെ അന്തരീക്ഷ വായു മീന് ചേറ് വരാൽ കായലിലെ സൂപ്പർ ആയിരിക്കണം. ഒരു രക്ഷയില്ല, കിടുക്കി. നീ എന്താണ് ഇതുപോലെ ഒരു പാചകം ചെയ്ത് തരാം. ആടിപ്പൊളി. ഞാൻ ഈ മീൻ കഴിക്കുന്നത് കായൽ മീൻ കഴിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ്. പക്ഷെ സൂപ്പറാണ് കേട്ടോ. ഈ മീൻ കഴിക്കാനും കൊള്ളാം, ചെളിച്ചവയല്ല. പിന്നെ ഈ ഇവര് പറയുന്ന പോലെ കറിയിൽ മെയിനായിട്ട് മുന്നിൽ നിൽക്കേണ്ട സാധനം ഉലുവയും കുരുമുളകുമാണ്. ഈ രണ്ട് സാധനം. ഓക്കെ, ഇവർക്കെല്ലാം ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വെച്ച് നോക്കണ്ടേ അത്? പിന്നെ വെച്ച് നോക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഗുഡ് ബൈ.